അടുത്തതായിട്ട് നിങ്ങൾക്കുള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് രജനി ഉമേഷാണ്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കൊടുങ്ങല്ലൂർ ശാഖ ട്രഷററായിട്ടുള്ള ശ്രീ അതാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലെ, ഗുരു ആ സങ്കല്പം നമുക്ക് ഉണ്ടാക്കിയാൽ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവും. അമ്മയോടും അമ്മ ആദ്യ ഗുരു, പിന്നെയാണ് ദൈവം. അപ്പോൾ ഈ 3 പേരെ നമ്മൾ നമ്മുടെ മനസ്സിൽ നന്നായിട്ട് സ്മരിക്കുക. അവിടെ ഇരുന്നിട്ട് നമ്മുടെ അച്ഛനെ, അമ്മയെ, നമ്മുടെ ഗുരുക്കന്മാരെ, ആരൊക്കെ ഇഷ്ടമുള്ള ഗുരുക്കന്മാരുണ്ടാവില്ലേ, എന്നിട്ട് നിവർന്നിരിക്കും. ആദ്യം നമുക്ക് ഗുരു, ഗണപതി, സരസ്വതി ഒക്കെ പ്രാർത്ഥിക്കണം. അതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ, ഇപ്പൊ നമ്മുടെ ദേഹത്ത് ഇവിടുന്ന് വന്ന് കളിച്ചു, ഇനി നമ്മുടെ മുന്നില് ചന്ദനം പൂവ് കിട്ടിയില്ലേ, ചന്ദനം പൂവ്, കുങ്കുമം, ഭസ്മം, അത് നമ്മൾ ചന്ദനം കുറച്ചെടുത്ത് നമ്മൾ തൊടും. നെറ്റിയില്, ഫോർഹെഡില്, അതായത് നെറ്റിയിൽ തൊടും. നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ പൂവ് എടുത്ത് ചൂടിക്കൊടുക്കും. പൂവെടുത്ത് കുറച്ച് ചൂടും. നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈശ്വരനെയാണ് നമ്മൾ പൂജിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ആത്മാരാധന പൂജയിൽ പറയും, അല്ലെ? ദേഹശുദ്ധി, ആത്മാരാധന, പീഠപൂജ, മൂർത്തിപൂജ, അങ്ങനെയൊക്കെയാണ് പൂജകൾ വരും. മഹർഷി പറഞ്ഞില്ലേ, 5 സാധനങ്ങളെ കൊണ്ടാണ് പൂജ ചെയ്യുന്നത്: ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം. അപ്പോൾ ജലം ഉപയോഗിച്ചു, ഗന്ധമായിട്ടുള്ള ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള ചന്ദനം നമ്മൾ തൊട്ടു, ആകാശത്തിന്റെ പ്രതീകമായിട്ടുള്ള പുഷ്പം നമ്മൾ ചൂടി. ഇനി നമ്മൾ നിവർന്നിരുന്നിട്ട് ഓംകാരം ജപിക്കുക. 3 പ്രാവശ്യം നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് പുറത്തും എടുത്ത് ഓംകാരം ജപിക്കണം. പ്രണവം. നിവർന്നിരുന്നത് ഗുരുവിനെ സ്മരിക്കുക. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ബൃഹസ്പതയേ നമഃ. ഓം ദക്ഷിണാമൂർത്തയേ നമഃ. വിദ്യാമാശു പ്രയച്ഛമേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശാം വിദ്യാമാശു പ്രയച്ഛമേ. നമുക്ക് ഉണ്ടാവണേ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ പൂജിച്ച് എന്ന ഒരു പൂവെടുത്ത് നമ്മൾ ചൊല്ലും. നമുക്ക് ആ കൃഷ്ണന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കാം. നമ്മുടെ പൂജയിൽ എന്തെങ്കിലും ദോഷങ്ങളോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള പിഴവുകളോ ഉണ്ടെങ്കിൽ, അല്ലെ, അറിഞ്ഞോ അറിയാതെയോ, ജ്ഞാതാജ്ഞാതങ്ങൾ എന്നാ പറയും, നമ്മുടെ ക്രിയ കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളോ നമ്മുടെ സങ്കല്പം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളോ അല്ലെങ്കിൽ ആ പിഴകൾ എല്ലാം പുറത്ത് നമുക്ക് സർവ അനുഗ്രഹവും ഉണ്ടാവണേ എന്നാണ്, അല്ലെ? മനസ്സാവാത കർമ്മണ എല്ലാ കൈകൊണ്ടോ കാലുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിട്ടുള്ള എല്ലാവരും പുറത്ത് നമുക്ക്
പൂർണ്ണമായിട്ടുള്ള വിദ്യ കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു പുഷ്പം എടുത്താൽ ചെയ്യും. മന്ത്രഹീനം ധ്യാഹീനം ഭക്തിഹീനം തതസ്തുതേ വിപൂജിതം മയാ ദേവ പരിപൂർണം തതസ്തുതേ. എന്നിട്ട് നമ്മൾ ക്ഷമ ചോദിച്ചു, അനുഗ്രഹം വാങ്ങിച്ചു. ഇനി നമ്മുടെ മുന്നിലുള്ള കൃഷ്ണൻ സന്തോഷത്തോടെ ഈ വന്നിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും അല്ലെ. പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കൃഷ്ണനെ ആവാഹിക്കും തിരിച്ച്. അപ്പൊ ഒരു പൂ എടുത്തിട്ട് നമ്മൾ സങ്കല്പിച്ച് ആ കൃഷ്ണൻ പൂർണ്ണമായിട്ട് എന്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നതെന്ന് സങ്കല്പിച്ചിട്ട് ഒരു പൂവ് എടുത്ത് നമ്മൾ തലയിൽ ആ കൃഷ്ണൻ പ്രകൃതിയിലേക്ക് ലയിക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ഒന്ന് മുഴക്കി മറിച്ചു. ആ പ്രകൃതിയിലുള്ള കൃഷ്ണൻ എല്ലാം ഇവിടെ കുഴിച്ചിട്ടുള്ള കൃഷ്ണൻ ഉണ്ട് ഇപ്പോഴും. അപ്പൊ ഇവിടെ ആരതി കാണിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് തൊഴുക. ആരതിക്ക് മുമ്പേ നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. ആ മെഡിറ്റേഷൻ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനെ ആരതി കാണിക്കുമ്പോൾ ആരതി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരിവരിയായിട്ട് നമുക്ക് പ്രസാദം കിട്ടും. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. നമ്മൾ തിരക്ക് കൂട്ടരുത്. കാരണം അതിൽ നമ്മൾ ആൾക്കാരെ കണ്ടുപിടിക്കണം. ക്യൂ നിന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അവസരം കൊടുക്കണം. എന്നിട്ട് നമ്മൾ വാങ്ങിക്കുക കേട്ടോ. ഓം നമ ശിവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ. കാലൊക്കെ എല്ലാവർക്കും മടുത്തിട്ടുണ്ടാവും. ഒന്ന് കൈയും കാലും ഒക്കെ ഒന്ന് അനക്കി, കൈയൊക്കെ ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആക്കി ഒന്ന് റിലാക്സ് ആവട്ടോ. പരീക്ഷ നല്ല 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 ആത്മവിശ്വാസം വന്നില്ലേ അല്ലേ? ഒന്ന് ഉഷാറോടെ ഒന്ന് കൈകൊട്ടിയ, എല്ലാ സന്തോഷത്തോടുകൂടി ഒന്ന് കൈകൊട്ടിയ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഞാനൊരു ക്ലാപ്പ് കാട്ടിത്തരാം, അതുപോലെ ഒന്ന് ചെയ്യുമോ? റെഡിയല്ലേ? അത് ഞാൻ കാട്ടിത്തരാം, അതിന് ശേഷം ചെയ്യാം. ഓക്കെ ഓക്കെ. 1 2 3 1 2 3 താഴെ 1 2 3 രണ്ട് സൈഡ്. ഇത് നമുക്ക് 3 പ്രാവശ്യം ഒരുമിച്ച് ചെയ്യാം. റെഡിയല്ലേ? കൂടെ ചെയ്യില്ലേ? ഒപ്പം ചെയ്യാൻ പറ്റും. ഓരോന്നും 3 ടൈംസ്. ഓക്കെ 1 2 3 1 2 3 1 2 3. ഇനി ഒപ്പോട്ടാ ഒപ്പം. ഓക്കെ ഞാൻ നമുക്ക് ഒരുമിച്ച്. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. വാവ് ഉഷാർ ഉഷാർ. ഓക്കെ അപ്പേ നമ്മളിവിടെ എന്താണ് കുറച്ച് പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു എനർജി കിട്ടാൻ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പൂജയൊക്കെ ചെയ്തത് അല്ലേ? അപ്പൊ നമുക്ക് ചെയ്തതിന് കുറെ പരീക്ഷകൾ ഉണ്ടാവും. ഇത് കൂടാതെ അതിനൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കണം? നമ്മുടെ ഹനുമാൻ സ്വാമി ഇല്ലേ, ഹനുമാൻ, നമ്മുടെ രാമായണ കഥ കേട്ടിട്ടില്ലേ? സമുദ്ര ലംഘനം നടത്തിയില്ലേ ഇല്ലേ? ആ സമയത്ത് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് നമ്മൾ കേട്ടിട്ടില്ലേ? ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനം നടത്തിയപ്പോൾ പോണ വഴി ഫസ്റ്റ് ആരുടെ വന്നത്? സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന് ആര് പൊന്തി വന്നു അറിയോ? ആ രാക്ഷസി. ആ രാക്ഷസിന്റെ പേര് അറിയോ? ആര് വന്നത് ആദ്യം? സുരസ അല്ലെ? സുരസ വന്നു. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു? സുരസ ഇങ്ങനെ വായ പൊളിച്ച് ഹനുമാനെ വീഴാൻ പോയപ്പോ ഹനുമാൻ വലിയ രൂപം. അപ്പൊ സുരസ എന്ത് ചെയ്യും? അതിലും വലിയ രൂപം. വീണ്ടും ഹനുമാൻ വീഴും, സുരസ വലിയ രൂപം. പെട്ടെന്ന് തന്നെ ഹനുമാൻ എന്ത് ചെയ്യും? കടും എത്ര ചെറുതായിട്ട് ഹനുമാന്റെ വായ സുരസയുടെ വായയിൽ കൂടെ ഇറങ്ങി ഗർഭപാത്രത്തിൽ കൂടെ പുറത്തേക്ക് വന്നു അല്ലെ? അവിടെ ഹനുമാൻ എന്താ ചെയ്തത്? ബുദ്ധി ഉപയോഗിച്ചു. ഇങ്ങനെ വലുതായി അപ്പൊ സുരസയിൽ ഇങ്ങനെ വലുതായി കാട്ടുമ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ബുദ്ധി ഉപയോഗിച്ച് കടുകുമണി പോലെ ചെറുതായിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ അവിടെ രക്ഷപ്പെട്ടു. ആ രാക്ഷസിക്ക് മോക്ഷം കിട്ടിയല്ലേ? ഞാൻ ചെറുതാക്കി പറയുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോ ആരോ ഉയർന്നു വന്നത്? ഛായാഗ്രാഹിണി, നിഴല് പിടിച്ച് വീഴുന്ന ഒരു രാക്ഷസി. അപ്പൊ ഹനുമാനും പിടിച്ചിങ്ങനെ വലിക്കുന്ന പോലെ നിഴല് പിടിച്ചിട്ട് നിഴല് കാണാനൊക്കെ വലിച്ചു ഉപദ്രവിക്കുന്ന ഒരു രാക്ഷസിയുണ്ട് ഛായാഗ്രാഹിണി. ഇത് പിടിച്ചു വലിച്ചപ്പോ എന്ത് ചെയ്തു? ഹനുമാൻ എന്ത് ചെയ്തു? തന്റെ ഗത ഉപയോഗിച്ച് അടിച്ചടിച്ചടിച്ച് ഈ രാക്ഷസിനെ അവിടെ നിന്ന് ഇതാക്കി. ആ രാക്ഷസിക്ക് മോക്ഷം കിട്ടി. അപ്പൊ അവിടെ എന്താ ഹനുമാൻ ഉപയോഗിച്ചത്? തന്റെ ശക്തി. അത് കഴിഞ്ഞ് ഹനുമാൻ വീണ്ടും യാത്രയായി. അപ്പോഴാണ് മൈനാക പർവ്വതം പൊന്തി വന്നത്. ആരാണ്? മൈനാക എന്താ പറഞ്ഞത്? ഹനുമാനോട് വളരെ ദയവ് തോന്നിയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് വിശ്രമിച്ചിട്ട് പോകാം, ഞാൻ ഫലമൂലാദികളൊക്കെ തരാം, ഇതൊക്കെ കഴിച്ച് വിശ്രമിക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ടീച്ചർ വരും അസൈൻമെന്റ് തന്നെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത
അടുത്ത തിങ്കളാഴ്ചക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞായറാഴ്ച വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അമ്മയ്ക്കോ ഇപ്പൊ മോൻ ചെയ്യണ്ട, കളിച്ചോ, സിനിമയ്ക്ക് പോവാ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാണ് അല്ലേ? പക്ഷെ ഹനുമാൻ സ്വാമി എങ്ങനെയാണോ ചെയ്തത്? അല്ല, താൻ രാമകാര്യത്തിൽ ഇറങ്ങിയിരിക്കാണ്. അപ്പൊ മൈരാഗത്തിനോട് സ്നേഹപൂർവ്വം പറഞ്ഞു, ഞാൻ രാമകാര്യത്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സീതാദേവിനെ അന്വേഷിച്ചു. അപ്പൊ ഇവിടെ എനിക്ക് വിശ്രമം വരുത്, എന്റെ ലക്ഷ്യത്തിൽ എത്തണവരെ എനിക്ക് വിശ്രമം വരുത്. അപ്പൊ സ്നേഹപൂർവ്വം അത് നിരസിച്ചിട്ട് ഹനുമാൻ ലങ്കയിലേക്ക് യാത്ര ചെയ്യും അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവിടെ എന്താ പ്രയോഗിച്ചത് ഹനുമാൻ? സ്നേഹം. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, ചില സമയത്ത് നമ്മൾ ശക്തി ഉപയോഗിക്കേണ്ടി വരും, ചില സമയത്ത് നമ്മൾ സ്നേഹം ഉപയോഗിക്കേണ്ടി വരും. ഇത് ഏത് സമയത്താണോ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പരീക്ഷയിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മക്കൾക്കൊക്കെ അങ്ങനെ പറ്റട്ടെ. അപ്പൊ നമുക്ക് കുറച്ചു നേരം കൂടി ഇരിക്കുമോ? എന്റെ വാക്കുകളൊന്ന് കേൾക്കോ? ഒരു കുഞ്ഞു മെഡിറ്റേഷൻ. എല്ലാവരും ഒന്ന് നിവർന്നിരുന്നേ ഉഷാറോടുകൂടെ. യെസ്, നേരത്തെ ഇവിടെ സ്വാമി പറയുണ്ടായിരുന്നു നട്ടല് നിവർത്തിയിരിക്കാൻ അല്ലെ? അപ്പോഴാണ് ശരിയായിട്ടുള്ള ഊർജ്ജപ്രഭാവം ഉണ്ടാവുന്ന പറഞ്ഞില്ലേ മക്കളോട്? നട്ടല് നിവർത്തി കഴിയാണ് കേട്ടാ. നട്ടല് നിവർത്തി ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത് അതുപോലെ ഉഷാറായിക്കൊണ്ടിരിക്കാം. ഓക്കെ ഓക്കെ. നട്ടല് നിവർത്തി കണ്ണുകളടച്ച് ശാന്തമായിട്ടിരിക്കുക. നട്ടല് നിവർത്തി ശിരസ് നിവർത്തി കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. ശിരസ് തളർത്തി തളർത്തി തളർത്തിയിടുക. കഴുത്തിന്റെ ഭാഗം തളർത്തി തളർത്തി തളർത്തിയിടുക. കൈകളും നെഞ്ചിന്റെ ഭാഗവും തളർത്തി തളർത്തി തളർത്തിയിടുക. ശിരസ് മുതൽ കീഴോട്ട് കീഴോട്ട് സുഖമായിട്ടുള്ള ഉറക്കത്തേക്കാൾ സുഖകരമായ ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിരസ് മുതൽ കീഴോട്ട് ഉറക്കത്തേക്കാൾ സുഖകരമായ ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയർ തളർത്തി തളർത്തി തളർത്തിയിടുക. തുടകൾ രണ്ടും തളർത്തി തളർത്തി തളർത്തിയിടുക. കാൽപാദം വരെ തളർത്തി തളർത്തി തളർത്തിയിടുക. ശിരസ് മുതൽ കാൽപാദം വരെ തളർത്തി തളർത്തി തളർത്തിയിടുക. ഇനി ഞാൻ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണേ. ദീർഘമായി നമ്മുടെ ശ്വാസത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ നന്മകളും നമ്മളുടെ ഉള്ളിലേക്ക് നിറയുന്നതായി കാണുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ നന്മകളും നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നതായി കാണുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആകുലതകളും പേടികളും വിഷമങ്ങളെല്ലാം ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നതായി കാണുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മുടെ ഇഷ്ട ദൈവത്തിനെയെല്ലാം മനസ്സിൽ കാണുക. നമ്മുടെ അച്ഛനും അമ്മയും ഗുരുക്കന്മാരും എല്ലാം മനസ്സിൽ കാണുക. നമുക്ക് നല്ലത് ചെയ്ത എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ പാദത്തിൽ ശിരസ്സുകൊണ്ട് നമിക്കുക. ഇന്നിവിടെ രാവിലെ മുതൽ ഈ സമയം വരെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും എല്ലാ കർമ്മങ്ങൾക്കും ഫലപ്രദമായ രീതിയിൽ അനുഗ്രഹമുണ്ടാവാൻ, ഫലപ്രാപ്തി ഉണ്ടാവാൻ സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഈ ലോകത്തിന് നന്മകൾ മാത്രം ഞാൻ ചെയ്യുള്ളൂ എന്ന് നമുക്ക് ഈ സമയത്ത് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ നിമിഷം ചെല്ലുന്തോറും ഞാൻ ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും ബുദ്ധിപരമായും വികാരപരമായും മെച്ചപ്പെട്ട് 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 വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ നിമിഷം ചെല്ലുന്തോറും ഞാൻ ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും ബുദ്ധിപരമായും മെച്ചപ്പെട്ട് 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 വരികയാണ്. 2
ഇന്ന് ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ നന്മകളും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് തന്നെ കൊണ്ടുപോകും. 3, ഇവിടെ പറഞ്ഞ വാക്കുകളെല്ലാം മനസ്സിൽ ചേർത്ത് വെച്ചുവെങ്കിൽ സന്തോഷത്തോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ, അനുഗ്രഹത്തോടുകൂടെ സാവധാനം 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 കണ്ണുകൾ തുറന്നാൽ മതി. നമസ്തേ. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ പരീക്ഷകളിലും ജീവിതത്തിൽ വിജയിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എല്ലാവരും എത്തിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ഇനിയും വീണ്ടും ഒരു അവസരം വരുമ്പോൾ ഒരുപാട് കഥകളൊക്കെ ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് കൂടാം. ഇതുവരെ നിങ്ങളൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. ഓം നമോ വാസുദേവായ നമഃ. 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 ഓം നമോ വാസുദേവ. ഈ നിലവിളി മേടിച്ചിട്ടോ. ഓരോരുത്തരും അങ്ങനെ പറയുക തന്നെ കേട്ടോ. സരിത ആ വഴി പോണേ, പുറത്തേക്ക് അതിൽ കൂടെ ആ വഴി പോക്കോട്ടാ മക്കളെ. തിരിഞ്ഞ ആ വഴി പോക്കോ, ആ വഴി പോക്കോ അതിൽ കൂടെ കേട്ടോ. സാധാരണ ആ വഴി